സഹോദരി സഹോദരന്മാരെ, പ്രിയ സഖാക്കൾ, കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ്. കാലാവസ്ഥയിൽ നല്ല ചൂടാണ്. 10 വർഷം കേരള സംസ്ഥാനം ഭരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത്. ജനപക്ഷ നിയമങ്ങളും ജനപക്ഷ വികസന നയവും സ്വീകരിച്ചുകൊണ്ടാണ് 10 വർഷം സംസ്ഥാനത്ത് ഭരണം നടത്തിയത്. ഞാനും അതിൻ്റെ പിന്തുടർച്ചയെന്ന അതിൻ്റെ ഭാഗമെന്ന നിലയിൽ പാറശാല മണ്ഡലത്തിലും ജനപക്ഷ വികസന നയം സ്വീകരിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോയത്. ഇതെല്ലാം നാട്ടിലെ ജനങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. റോഡുകൾ, കെട്ടിടങ്ങൾ, സ്കൂൾ കെട്ടിടങ്ങൾ, ആരോഗ്യ സ്ഥാപനങ്ങൾ തുടങ്ങി ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ശ്രദ്ധ വച്ചിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെന്റ് വീടില്ലാത്തവർക്ക് വീട്, മണ്ണില്ലാത്തവർക്ക് മണ്ണും വീടും, സ്ത്രീകൾക്ക് സുരക്ഷാ പെൻഷൻ, കുട്ടികൾക്ക് പഠിച്ചു നിന്നാൽ തൊഴിൽ ലഭിക്കുന്നതുവരെ 1000 രൂപ അലവൻസ് തുടങ്ങി നാനാരംഗത്ത് നടത്തിയ പ്രവർത്തനങ്ങൾക്കറിയാം. കേരളം തകർന്നു കിടന്ന കേരളത്തെ പുനരുജ്ജീവിപ്പിച്ച് നാം മുന്നോട്ട് പോവുകയാണ്. 10 വർഷം വീണ്ടും തുടരണം ഈ ഗവൺമെന്റ്. അതുകൊണ്ട് ഇടതുപക്ഷ ഗവൺമെന്റ് രൂപീകരിക്കാനും അതിൻ്റെ ഭാഗമായി തീരാനും പാറശാല മണ്ഡലത്തിൽ നിന്ന് ഇടതു സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് നിങ്ങൾ വോട്ട് ചെയ്ത് കഴിഞ്ഞ കാലങ്ങളെന്ന പോലെ തന്നെ കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി നിയമസഭയിൽ എത്തിക്കണമെന്ന് വിനയപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. എൻ്റെ ചിഹ്നം അരിവാളും ചുറ്റികയും നക്ഷത്രവുമാണ്. കാത്തുനിന്ന് സ്വീകരണം നൽകിയ നിങ്ങൾക്ക് നന്ദി, നന്ദി, നന്ദി. കടന്നു വരുന്നു. പാറശാലയുടെ മനസ്സിയുടെ പ്രയാണങ്ങൾക്ക് ഗതിവേഗം പകർന്ന വികസന നായകൻ വരുന്നു. കാലം ആവശ്യപ്പെട്ട വികസന ദൗത്യങ്ങൾ ആർജവത്തോടെ ഏറ്റെടുത്ത് നടപ്പിലാക്കിയ ധീരത വരുന്നു. പ്രിയപ്പെട്ടവര്, സഖാവ് CK ഹരീന്ദ്രൻ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. പ്രിയപ്പെട്ട സമ്മതിദായകരെ, ജനാധിപത്യത്തിന്റെ ജനവിധിക്കായി കാതോർത്തു നിൽക്കുന്ന ഏപ്രിൽ 9 നടക്കുന്ന ഐതിഹാസികമായ 16ാം നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പാറശാല നിയോജക മണ്ഡലത്തിൽ നിന്നും വീണ്ടും ജനവിധി നേടുന്ന പാറശാലയുടെ ജനനായകൻ സഖാവ് CK ഹരീന്ദ്രൻ ഈ നാട്ടിലെ പ്രിയപ്പെട്ട സമ്മതിദായകരെ ബാഹുല്യനാണ്. ചെന്നൈശ്വരം സ്വദേശിയാണ്. ദേശീയ വൈദ്യുതമാണ്. പാറശാല MLA ഹരീന്ദ്രൻ സർ കൊല്ലി ഗ്രാമപഞ്ചായത്ത് പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പാർക്ക് ജംഗ്ഷനാണ് പ്രകടനം നടത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത നൽകുന്ന ലൈവാണ് നമ്മളിപ്പോൾ നൽകുന്നത്. IT നടന് തുടങ്ങിയ പ്രകടനം ഇപ്പോൾ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ കഴിഞ്ഞ് കോളേജ് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് അതിനുശേഷമാണ് പാർക്ക് ജംഗ്ഷനിലേക്ക് പ്രകടനം വന്നത്. 9-ാം തീയതിയാണ് ഇലക്ഷൻ. അതിൻ്റെ പ്രകടനം മറ്റ് ജനങ്ങളെ കണ്ട് വോട്ട് ചോദിക്കാനാണ് ഇന്ന് പ്രകടനം കൊല്ലയിൽ നടത്തണമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. ജനങ്ങളെ കൊണ്ട് വോട്ട് ചോദിച്ച് 9-ാം തീയതി നടക്കുന്ന ഏപ്രിൽ 9-ാം തീയതി നടക്കുന്ന ഇലക്ഷന് വിജയിക്കാൻ വേണ്ടിയാണ്. 3-ാം തവണയാണ് MLA ഇലക്ഷന് വോട്ട് തേടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. 2 തവണയും വിജയിച്ചിട്ടുണ്ടെന്ന് ഇനി പറയാൻ സാധിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്, ലൈവാണ് നമ്മളിപ്പോൾ നൽകുന്നത്. പ്രേക്ഷകരുടെ മുന്നിൽ പാർക്ക് ജംഗ്ഷനിലാണ് ഞങ്ങൾക്ക് നിൽക്കുന്നത്. ജംഗ്ഷൻ്റെ അവിടെ ഒന്ന് ജനങ്ങളോട് എല്ലാം വോട്ട് ചോദിച്ചു. അതിനുശേഷം MLA മഞ്ചള റോഡിലേക്ക് പോകുന്നുണ്ട്. അതിൻ്റെ പ്രകടനമാണ് നമ്മൾ നൽകുന്നത്. ഇതിൻ്റെ വാർത്തയ്ക്ക് വേണ്ടി തൊഴിൽ നിർത്തുന്നു ബാഹുലയ്യ.